നാട്ടിലൊക്കെ ഓണം പൊടിപൊടിക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. എല്ലാവരും ഓണം പർച്ചേസിങ്ങിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രവാസികൾക്ക് എന്ത് ഓണം എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. പിന്നെ പണ്ട് കാലത്തെ ഓണമാണോ ഇപ്പോഴത്തെ ഓണമാണോ എല്ലാവർക്കും ഇഷ്ടം? എനിക്ക് പണ്ട് കാലത്തെ ഓണത്തോടാണ് ഇഷ്ടം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി തരണമെന്ന് പറയുമ്പം അമ്മ എന്താ പറയുക? ഓണമല്ലേ വരുന്നേ, നമുക്ക് ഓണത്തിന് വാങ്ങിക്കാം, അങ്ങനെയല്ലേ പറയാറ്. ശരിക്കും എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെ. അധികം ഓണത്തിനാണ് ഡ്രസ്സ് എടുക്കാറ്. കാരണം ഓണ സമയത്താണ് അമ്മയ്ക്കൊക്കെ കൂടുതൽ പൈസ കിട്ടുന്നത്. ഗവൺമെൻറ് ജോലിക്കാർ കാത്തിരിക്കുന്നൊരു ദിവസമാണല്ലോ കൊല്ലത്തിലെ ഓണം. അപ്പോൾ ഓണമാകുന്ന സമയത്താണ് നമ്മൾ അധിക വീടുകളിലും ഡ്രസ്സ് എടുക്കുന്നതും പൈസ ഉള്ള ആളുകൾ ഓർണമെൻറ്റ്സ് എടുക്കുന്നത്, പിന്നെ അടുക്കള സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇതൊക്കെ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു ഓണ സമയത്താണ്. പക്ഷേ ഇന്ന് അങ്ങനല്ല. ഇന്ന് നമ്മൾ എപ്പോൾ തോന്നുന്നോ പൈസയുണ്ടോ അപ്പം നമ്മൾ പോകുന്നു, ഡ്രസ്സ് എടുക്കുന്നു. ഒരു കല്യാണം വന്നാൽ ഡ്രസ്സ് എടുക്കുന്നു, ഓണം വന്നാൽ ഡ്രസ്സ് എടുക്കുന്നു, പിന്നെ വിഷു വന്നാൽ ഡ്രസ്സ് എടുക്കുന്നു. എല്ലാ സമയത്തും നമ്മൾ ഡ്രസ്സ് എടുക്കും. നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പം നമ്മൾ ഡ്രസ്സ് എടുക്കും. പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓർമ്മകളാണ് നമുക്ക് സുഖമുള്ള ഓർമ്മകൾ അല്ലേ. ശരിക്കും ഞങ്ങളെ വീട്ടിൽ ഓണത്തിൻ്റെ സമയത്ത് അമ്മയ്ക്ക് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ 3 മക്കളെയും കൂട്ടി അച്ഛനും അമ്മയും, അന്ന് അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു കണ്ണൂരിൽ നിന്ന്, അച്ഛനെ കൂട്ടി പിന്നെ 3 പേരെയും കൂട്ടി പർച്ചേസിന് പോവും. തിരിച്ച് അന്നന്ന് പുറത്തുനിന്ന് ചോറൊക്കെ വാങ്ങിത്തരുമായിരുന്നു. അതൊക്കെ എന്നും ഓർക്കാൻ പറ്റിയൊരു അനുഭൂതിയാണല്ലേ. ഞങ്ങളുടെ അച്ഛന് പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വീട്ടിലായാലും അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതെൻ്റെ അച്ഛൻ മരിക്കുവോളം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഓണ സമയത്തൊക്കെ നമ്മൾ എവിടെയും വിടത്തില്ല. എവിടെ പോയാലും ഉച്ചക്കത്തെ ഭക്ഷണ സമയമാകുമ്പം വീട്ടിൽ കയറി വരണം. നമ്മൾ പരിപാടി കാണാനൊക്കെ രാവിലെ പോകും. അതിനൊന്നും എവിടെ വിടാൻ അച്ഛന് മടിയൊന്നുമില്ല. പക്ഷേ എവിടെ പോയി വന്നാലും ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പം കയറി വരണം. പിന്നെ അമ്മ വൈകുന്നേരത്തെ ഒരു പായസം ഉണ്ടാക്കി വെക്കൽ. ഇതൊക്കെ നമുക്ക് നിറമുള്ള ഓർമ്മകളാണ് പഴയ കാലം. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ വീട്ടിൽ അധിക ദിവസവും പായസം ഉണ്ടാക്കാറുണ്ട്. ഇപ്പം മക്കൾ പായസം വേണം, അല്ലെ ബിരിയാണി വേണം, അല്ലെ സാമ്പാർ വേണം എന്ന് പറയാൻ നമ്മൾ അത് അന്നേരം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിൽ കൂടുതൽ കറികളൊക്കെ ഉണ്ടാകുന്നത് പണ്ട് കാലത്ത് എപ്പോഴാണ്? ഓണക്കാലത്ത് അല്ലേ.